അല്ലാണ്ട് ഗുരുവായൂർ പോയി ഇങ്ങനെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുമോ, അല്ലെങ്കിൽ ഗുരുവായൂർ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാത്തൊരു സ്ഥലമല്ലേ, പിന്നെ ഞാൻ എന്തിനാ അവിടെ പോയിട്ട് റീൽസ് ചെയ്യണം എന്ന് ചിന്തിക്കാൻ പോലുള്ള കഴിവില്ല, ബോധമില്ല, വിവരമില്ല, അത്രയേ ഉള്ളൂ. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി. എൻ്റെ പൊന്നു ജാസ്മിനെ, പണ്ടൊരിക്കൽ ജസ്ന സലീമായിരുന്നു, ഇപ്പൊ ജാസ്മിൻ ജാഫറായിട്ട്. ഈ മുസ്ലിങ്ങളെ പറയിപ്പിക്കാനായിട്ട് നിങ്ങളെല്ലാവരും കൂടെ എന്തിനാണ് ഈ പറഞ്ഞ ഗുരുവായൂരോട്ട് ഓടിപ്പോകുന്നതെന്നാണ് മനസ്സിലാവാത്തത്. റീൽസ് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളില്ലേ, ഈ ആൾക്കാരെ തമ്മിലടുപ്പിക്കാൻ എന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ബോധമില്ല, നാട്ടിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് ഇങ്ങനത്തെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ രാജ്യത്ത്, ലോകത്ത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഇട്ടാവിട്ട കേരളത്തിലെ സറൗണ്ടിങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, സാമൂഹികപരമായി നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഒരു ആക്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഏതൊക്കെ ആൾക്കാർ എവിടെ കടി ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് വല്ല ബോധമുണ്ടപ്പോൾ അതറിയണം. അറിയാണ്ട് ചെയ്യാൻ നിൽക്കരുത് പരിപാടികൾ. നമ്മുടെ നാട്ടിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നറിയപ്പെടുന്ന ചില ആളുകളുണ്ട് അല്ലേ, ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരെയാണ്? ഒരു ചെറിയ പ്രായത്തിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങളും സാമൂഹികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളെ പറ്റി അറിയാത്ത, രാജ്യത്ത് എന്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നാട്ടിൽ എന്ത് നടക്കുന്നതെന്ന് ഒരു രീതിയിലും അറിയാത്ത കുറേ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അതിൽപ്പെട്ട ആളുകളാണ് ഈ പറഞ്ഞ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറും ഒക്കെ. ഇപ്പോൾ ഈ ജാസ്മിൻ്റെ അടുത്തുള്ള പ്രശ്നം നമ്മളെല്ലാവരും കണ്ടു. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് റീൽസ് ചിത്രീകരിച്ചു. റീൽസ് ചിത്രീകരിക്കുക മാത്രമല്ല, ഗുരുവായൂർ അമ്പലക്കുളത്തിൽ കാലിട്ട ഒരു പോർഷൻ ആ റീൽസിലുണ്ട്. അപ്പം ഇതിനെതിരെ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി തന്നെ ഇപ്പം തൃശ്ശൂർ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ എന്തിനാ ഇവിടെ പറയുന്നത് എന്നുള്ളത്, ജാസ്മിൻ ചെയ്തത് എന്തോ ആണോ, അല്ലെങ്കിൽ ജാസ്മിൻ്റെ പിന്നാലെ പോകാനൊന്നുമല്ല. നിങ്ങളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ജസ്ന സലീം എന്ന് പറഞ്ഞ മറ്റൊരു അവതാരം അവിടെ പോയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടാണെങ്കിലും റീൽസ് ചിത്രീകരിച്ചിട്ടാണെങ്കിലും അങ്ങനെ പല ഉഡ്ഡായിപ്പുകൾ കാണിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ഈ പറഞ്ഞ സമുദായത്തിനെ പറയിപ്പിക്കാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഈ സാമുദായികത മൂത്ത കുറേ ആൾക്കാരുണ്ട്. മുസ്ലിമിൽ എക്സ്ട്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു എക്സ്ട്രീം ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരിങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇവരുടെ സ്വന്തം കാര്യത്തിന്, ഇപ്പോൾ ഈ ജാസ്മിൻ ജാഫർ ആണെങ്കിലും വേണ്ടില്ല, ജസ്ന സലീം ആണെങ്കിലും വേണ്ടില്ല, ഇവരൊക്കെ ഇവരുടെ റീൽസിനും അവർക്ക് കുറച്ച് വ്യൂസിന് കിട്ടാൻ, അല്ലെങ്കിൽ അവരുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറച്ച് ജെൻസി പിള്ളേർ, അതല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ കുറേ ആൾക്കാർക്ക് സാമൂഹ്യപരമായിട്ട് ഒരു ബോധവും അറിവും രാജ്യത്ത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ റീൽസ് ഇട്ട് അവരങ്ങ് പോയി കഴിഞ്ഞാൽ ഈ താഴത്ത് ഈ രാജ്യത്തെ ഞാൻ ഈ പറഞ്ഞ എക്സ്ട്രീമായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ ആൾക്കാർ ഇവരെ കമന്റ് ബോക്സിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറച്ചിലും, ഒരുത്തൻ മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, മറ്റവൻ ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഒരിക്കലും കയറാൻ പാടില്ലാത്ത ഒരു അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാത്ത ഒരു ക്ഷേത്രം തന്നെയാണ് ഗുരുവായൂർ. ഇപ്പോൾ നമ്മുടെ പള്ളികളിൽ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിൽ പല സ്ഥലത്തും എന്താ പറയുക, ഹിന്ദുക്കൾക്ക് കയറാൻ പറ്റുന്നില്ല. ചില പള്ളികളിൽ കയറാൻ പറ്റുന്നുണ്ട്, ചില അമ്പലങ്ങളിൽ കയറാൻ പറ്റുന്നില്ല. അതൊക്കെ ഒരു വിശ്വാസവും ആചാരങ്ങളൊക്കെ തന്നെയാണ്. പെണ്ണുങ്ങൾ കയറുന്ന ഇത്ര പള്ളികളുണ്ട്, വളരെ കുറഞ്ഞ പള്ളികളുള്ളൂ. പെണ്ണുങ്ങൾ കയറാൻ എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങൾ കയറാറില്ല. അപ്പോൾ ഇതൊക്കെ രണ്ട് സ്ഥലങ്ങളും ഉണ്ട്. ഇതൊന്നും അറിയാണ്ട് ഇങ്ങനത്തെ ബോധങ്ങളൊന്നും ഒരു രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാമൂഹിക ബോധങ്ങളൊന്നും ഇല്ലാത്ത, ആചാര ബോധങ്ങളൊന്നും ഇല്ലാത്ത ഇവർ കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഏറ്റിപ്പിടിക്കുന്ന കുറേ ആൾക്കാർ ഇതിന് വന്നിട്ട് കമന്റ് ബോക്സിൽ അടിയാവും. കമന്റ് ബോക്സ് അടി പിന്നെ അത് പുറത്തോട്ട് വരും. പിന്നെ അത് പുറത്തുനിന്ന് മറ്റുള്ള പല രീതിയിൽ ഈ സമൂഹത്തിൽ ഈ മതസ്പർദ്ധ ഇതൊക്കെ തന്നെയാണ് മതസ്പർദ്ധ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ജാസ്മിൻ അവിടെ പോയിട്ട് അങ്ങനെ വീഡിയോ ഇട്ട് അവർക്ക് യാതൊരു ബോധവും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവൾ മതസ്പർദ്ധ ഉണ്ടാക്കണം ചെയ്ത വീഡിയോ ഇല്ല, പക്ഷെ അവർക്ക് രാജ്യത്ത് നാട്ടിൽ നടക്കുന്ന കാര്യം എന്താണെന്നറിയില്ല. ഈ ജസ്ന സലീമിന്റെ പ്രശ്നം ഇപ്പോൾ ജാസ്മിൻ അറിയ പോലും ഉണ്ടാവില്ല. അത് മാത്രമല്ലാണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ ഹിന്ദു മുസ്ലിം അടി കൂടിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ കഴുകന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സംഖ്യകൾ തന്നെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന എച്ചിൽ മുസ്ലിങ്ങൾ വാണങ്ങൾ വേറെ കുറേ ഉണ്ട്. ഈ ഡാഷ് മക്കളെല്ലാവരും കൂടെ ഇങ്ങനത്തെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതിലൊന്നും ഇൻവോൾവ് ആവാത്ത കുറേ മുസ്ലിങ്ങളുണ്ട്, അവരെ മേലോട്ട് ചാടി കയറും. ഇത് ചാടി കയറുമ്പോൾ ഇക്കൂട്ടത്തിൽ കുറേ ആൾക്കാർ അങ്ങോട്ട് കുറേ ചാടി കയറി വരും. ഇതൊന്നും അറിയാണ്ട് ഇപ്പോൾ ഈ ജാസ്മിനൊക്കെ ചെയ്ത പോലെ, ജാസ്മിൻ ഇന്നലെ വീഡിയോ ഇട്ടു, അത് വലിയ പ്രശ്നമായി, അത് ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ക്ഷമാപണം അവൻ്റെ ഇടയിൽ നടത്തി. ആ ക്ഷമാപണം എങ്ങനെ ആയിരുന്നു കേട്ടോ, എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് മനസ്സിലാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല. അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റ് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കും. ആത്മാർത്ഥമായിട്ട് ക്ഷമ. സത്യമാണ്, അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്, ബോധമില്ലാത്തതുകൊണ്ടാണ്. രാജ്യത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതിനുള്ള ബോധം ഒട്ടുമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് കുറേ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. ഓരോ ദിവസം ഓരോ പ്രൊഡക്ട്സ് അവർ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഡെയിലി ചെയ്യുന്ന ഓരോ വീഡിയോയിലും അവർ ന്യൂ പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന എന്താ പറയുക ഫേസ് വാഷാണ് ഞാൻ കുറേ കാലം യൂസ് ചെയ്യും. ഇവരിങ്ങനെ ഡെയിലി കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഡിഫറെൻറ്റ് സാധനങ്ങളാണ് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.
ഇത് പ്രൊഡക്റ്റിന്റെ പരസ്യം മാത്രമാണ്, അല്ലാണ്ട് ജാസ്മിൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല ഇതൊന്നും. അവർക്ക് ആയിരങ്ങളാണ് ഈ ഒരു വീഡിയോ ചെയ്താൽ കിട്ടുക എന്നുള്ള ബോധമല്ലാണ്ട് ഇതിനെ ഫോളോ ചെയ്ത് ഇത് വാങ്ങിച്ച് അടുത്ത ദിവസം ഒരു വേറെ പുതിയ പ്രൊഡക്റ്റ് ഇടും, സെയിം ഫേസ് വാഷിൻ്റെ തന്നെ വീണ്ടും അത് പോയി വാങ്ങിച്ച്, ഇങ്ങനെയാണ് ഇതാണ് അവരുടെ മാർക്കറ്റിംഗ്. അല്ലെങ്കിൽ അവർ ജീവിച്ച് പോകുന്നത് ഇങ്ങനെയാണ്. അവർക്ക് ഇതേ അറിയത്തുള്ളൂ. അവരൊരു വീഡിയോ ചെയ്യും, കുറേ ആളുകളെ കാണിക്കും, കുറേ കാശ് കിട്ടും, കുറച്ച് സ്ഥലത്ത് പുറത്ത് പോകും, അവിടെ പോയിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റീസിൻ്റെ കുറേ വീഡിയോസും അതിൻ്റെ വീഡിയോ ഇതൊക്കെ മാർക്കറ്റിംഗ് ടെക്നിക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലും അറിയാണ്ട് ഇവരുടെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇവരുടെ പിന്നാലെ പോകുന്ന ആൾക്കാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ നിന്ന് മാറി നിങ്ങൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുത്തനും അറിയില്ല. ഒന്നും വേണ്ട, രാജ്യത്തെ പ്രധാനമന്ത്രി ആരാന്ന് പോലും അറിയാത്ത കുറേ ഊളകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആരാന്ന് അറിയില്ല. ഈവൻ നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാന്ന് പോലും അറിയാത്ത ജെൻസി പിള്ളേരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും തോന്നപ്പുള്ളത്. ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഈ പറഞ്ഞ ഇവർക്കൊക്കെ ഇവരുടെ സ്വന്തം കാര്യം കുറേ ഇങ്ങനത്തെ പരസ്യം ചെയ്ത് കാശ് കിട്ടി മുന്നോട്ട് പോകാന്നല്ലാണ്ട് ഗുരുവായൂർ പോയി ഇങ്ങനെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുമോ? അല്ലെങ്കിൽ ഗുരുവായൂർ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാത്തൊരു സ്ഥലമല്ലേ, പിന്നെ ഞാൻ എന്തിനാ അവിടെ പോയിട്ട് റീൽസ് ചെയ്യണം എന്ന് ചിന്തിക്കാൻ പോലുള്ള കഴിവില്ല, ബോധമില്ല, വിവരമില്ല, അത്രയേ ഉള്ളൂ. ഈവൻ കൃഷ്ണന് വേണ്ടിയിട്ട് ആയിരക്കണക്കിൽ പാട്ടുകൾ പാടിയ നമ്മുടെ യേശുദാസിന് പോലും ആ നടയിലോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. എപ്പോഴും സങ്കടം പറയുന്ന ഒരു കാര്യമായിട്ട് പുള്ളി പറയുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ പല കാര്യങ്ങളും അറിയാം. ഇങ്ങനത്തെ ഒരു മായാ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. പക്ഷേ ഇവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ജസ്നയുടെ കാര്യം അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ജസ്ന സലീമിൻ്റെ കാര്യം അങ്ങനെയല്ല. അറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചെയ്ത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടും സ്വന്തം കുറേ കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ടും ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്ത പരിപാടികളായിരുന്നു ജസ്നയുടെ പല കാര്യങ്ങളും. അത് നമുക്ക് കാലങ്ങളായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷെ ആ ന്യൂസ് പോലും അറിയാണ്ടാണ് ഈ പറഞ്ഞ ജാസ്മിനെ പോലത്തെ ആൾക്കാർ അവിടെ പോയിട്ട് ഇങ്ങനത്തെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്. അവർക്ക് ഇപ്പം ഓണത്തിൻ്റെ റീൽസ് ചെയ്യണോ അല്ലെങ്കിൽ അമ്പലത്തിലെ റീൽസ് ചെയ്യണോ, കയറാൻ പറ്റുന്ന അമ്പലങ്ങളുണ്ട്, ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അമ്പലങ്ങളുണ്ട്. നടയിലോട്ട് പോകാൻ പറ്റില്ലെങ്കിലും ഇതുപോലത്തെ അമ്പലക്കുളങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം ഇവർക്ക് അറിയില്ല ഇവിടെ എങ്ങനെ പ്രശ്നങ്ങളുണ്ടോ, ഇവിടെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ, ഇങ്ങനെ ആരെങ്കിലും ഇതിനെതിരെ സംസാരിക്കുമോ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവരെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാർക്ക് പോലും ആ ബോധമില്ല. ഇവരാണ് ഇങ്ങനത്തെ ബോധമില്ലാത്ത ഒരു ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നമ്മുടെ നാട്ടിലുള്ളത്. അതാണ് ഇവിടെ നടന്നത്. ഇപ്പം ഇവർ ക്ഷമ ചോദിച്ചപ്പം അത് ജാട കൊണ്ടല്ല, അറിയാത്തൊരു കാര്യമാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ അബദ്ധമായി അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നാട്ടിലുണ്ട് എന്ന് അറിഞ്ഞപ്പം അവർ ആത്മാർത്ഥമായിട്ട് തന്നെ ക്ഷമ ചോദിച്ചത്. അറിയാത്ത കാര്യത്തിനോട് തന്നെ അവർ ക്ഷമ ചോദിച്ചത്. അല്ലാണ്ട് ഞാൻ ചെയ്തു ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളല്ല. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ യഥാർത്ഥത്തിൽ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല. ഇത് അറിയാതെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ക്ഷമ അവിടെ ഇടുന്നത്. അറിയില്ല രാജ്യത്ത് നടക്കുന്നത് എന്താ, ലോകത്ത് നടക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല. ഇവർ പറയുന്നത് കേട്ട് നടക്കുന്ന കുറേ +2 പിള്ളേരും അല്ലെങ്കിൽ ഡിഗ്രി പിള്ളേരും മാത്രമായിരിക്കും ഇവരുടെ വ്ളോഗുകൾ കണ്ട് ഇവരുടെ പിന്നാലെ പോകുന്നത്. പറയാൻ ഇവർ തുടക്കകാലത്ത് വന്നപ്പം പലർക്കും അറിയാം ഭയങ്കര കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞ് വീട്ടിലെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സ്പ്രേ അടിക്കില്ല എൻ്റെ ഇസ്ലാമിൽ എന്ന് പറഞ്ഞിട്ടില്ല തട്ടം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഇവർ വന്നത് ഫുള്ള് തലയിലൊക്കെ കവർ ചെയ്ത് ഭയങ്കരമായിട്ട് ഞങ്ങൾ തട്ടെടുക്കാറില്ല, കാരണം അല്ലെങ്കിൽ മുടി കാണിക്കാറില്ല, ഞങ്ങളെ മതം അങ്ങനെ പഠിപ്പിച്ചത്, സ്പ്രേ അടിക്കാറില്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നു. പിന്നെ അവർ ചേഞ്ച് ആവാൻ തുടങ്ങി. അവർ പല ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പല ഇതിലോട്ട് വന്നു, കാശ് വന്നു, ഡെവലപ്ഡ് ആയി, അവരുടെ ജീവിതം വെൽ സെറ്റിൽഡ് ആവുന്ന ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകും. ഇതൊന്നും അറിയാണ്ട് അവരുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വിഡിത്തം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിനെ പറ്റി ലോകത്തിനെ പറ്റി അറിയാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാണ്ടിരിക്കുക. ഏതൊരാളാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ പോയി ചാടാണ്ടിരിക്കുക. ചാടിക്കഴിഞ്ഞാൽ ഇവർ സോറി പറഞ്ഞ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഇവർ പോകും. ഈ സമയം കൊണ്ട് തന്നെ ഈ വീഡിയോ പല സ്ഥലത്ത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും, പല സ്ഥലത്ത് ഈ വീഡിയോ ഇപ്പം പ്രചരിപ്പിക്കുന്നുണ്ടാവും. അതിൻ്റെ താഴത്തൊക്കെ വന്നിട്ട് ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറച്ചിൽ മുസ്ലിം ഹിന്ദു എന്നും പറഞ്ഞിട്ട് അടിപിടി കൂടിക്കൊണ്ടിരിക്കുക. അത് പുറത്തോട്ട് വരും. ആ ഇഷ്യൂ പുറത്തോട്ട് വന്ന ആളുകൾ തമ്മിൽ അത് പ്രശ്നം ഉണ്ടാക്കും, മതസ്പർദ്ധ വരും. അങ്ങനെ പോയി കാര്യങ്ങൾ അങ്ങനെ അത്രയും മോശമായിട്ടുള്ളൊരു സ്ഥിതിയിലൂടെ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കും. പണ്ടൊന്നും ഈ പ്രശ്നങ്ങളില്ല. പണ്ട് ഇപ്പോൾ ഈ ജസ്ന സലീം ഇത്രയും ഇഷ്യൂസ് അവിടെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഗുരുവായൂരിലൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലെങ്കിൽ പോലും അവിടെ അല്ലാത്ത ആളുകൾ പോവാറുണ്ട്, വീഡിയോസ് എടുക്കാറുണ്ട്, നല്ല രീതിയിൽ പോകാറുണ്ട്. എത്ര റീൽസ് ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ അമ്പലം നടയെന്നൊക്കെ പോയിട്ട് ആൾക്കാർ. അന്നൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്ന് മുതലാണോ ഇതിലോട്ട് ഈ തീവ്രത നിറഞ്ഞ ആൾക്കാർ ഇൻവോൾവ് ആവുന്നത്? നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ സംഘികളും സുഡാപ്പികളും, ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സുഡാപ്പികളും സംഘികളും കൃസംഘികളും മുസംഘികളും എച്ചിലുകളും എല്ലാം കൂടെ ഇതിങ്ങനെ കടിച്ച് കയറാൻ നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഈ നാട്ടിലോട്ട് ഇപ്പം ഇങ്ങനെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ പ്രശ്നമാണ്. ആ രീതിയിലോട്ട് നമ്മുടെ നാട് കഴിഞ്ഞൊരു 10 കൊല്ലം കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ രീതിയിലോട്ട് നമ്മുടെ നാടിനെ ഡെവലപ്പ് ചെയ്തിട്ടല്ല, അങ്ങനെ മൊഡ്യൂൾഡായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഒരു തുറന്നാൽ പോലെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് വേറെ ആർക്കെങ്കിലും കൊള്ളുക എഫക്റ്റിൽ വേറെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചു കൊള്ളുന്ന കാലമാണ് ഇപ്പോൾ. അത് അറിഞ്ഞിട്ട് വേണം ഒരു വീഡിയോ ചെയ്തത്. ജാസ്മിൻ ചെയ്താലും ജസ്ന ചെയ്താലും ആര് ചെയ്താലും.